ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം. നാം ചിന്തിക്കുന്ന കർത്താവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ അഥവാ എടുത്തുകൊള്ളൽപ്പെടൽ എപ്രകാരമായിരിക്കുമെന്ന് നാം ദൈവവചനത്തിൽ ചിന്തിക്കുമ്പോൾ, അഥവാ ഹാനോക്ക്, ഏലിയാവ്, യേശു കർത്താവ് തുടങ്ങിയവരുടെ രൂപാന്തരത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ അതിന്റെ 24-ാം വാക്യത്തിൽ ഹാനോക്കിനെ ദൈവം എടുത്ത് കൊണ്ടുപോയ അനുഭവം നമുക്കറിയാം. ഏതാണ്ട് 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അതിനുശേഷം ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടുപോയതിനാൽ കാണാതായി എന്നാണല്ലോ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ ശരീരത്തോടെ രൂപാന്തരം പ്രാപിച്ച ചില വ്യക്തികളാണ് ഈ പ്രിയപ്പെട്ടവര്. അതെ, ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്രകാരം തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിന്റെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും: 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി തീർന്നു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ മൂവരുടെയും രൂപാന്തരപ്പെടലിൽ പൊതുവായ ചില വസ്തുതകളുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹാനോക്ക്, ഏലിയാവ് ഇവർ രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു. മാത്രമല്ല, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ആ ശുശ്രൂഷ ചെയ്തിരുന്നത് എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്രകാരം തന്നെ യേശു കർത്താവും പരിശുദ്ധാത്മ പൂർണ്ണനായിരുന്നു. കൂടാതെ നാം ചിന്തിക്കുമ്പോൾ താന് ആ മറുരൂപ സമയത്ത് അവിടെ ഈ ഭാഗങ്ങളെല്ലാം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് മേഘപാളികള് അവിടെയെല്ലാം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതോടൊപ്പം അഗ്നിജ്വാലകളും ഉണ്ടായിരുന്നു എന്നതും കാണാവുന്നതാണ്. വലിയ കൊടുങ്കാറ്റ് അവിടെ അടിച്ചുകൊണ്ടിരിക്കും എന്നതും ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടവർ മാത്രമേ രൂപാന്തരപ്പെടുകയുള്ളൂ എന്ന് ഈ ഭാഗങ്ങൾ ചിന്തിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും എന്നുള്ള പ്രവചനാത്മാവിലുള്ളതായ ദൂതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ 104-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: അവൻ മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു എന്നാണല്ലോ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്നവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നതും ശ്രദ്ധേയമാണ്. കർത്താവിന്റെ ഗംഭീര നാദം കർത്താവിന്റെ വരവിൽ ഒന്നാമതായിട്ട് മുഴക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അത് 1 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വരുന്നുണ്ടല്ലോ. ഇവിടെ കയറി വരുവീൻ എന്നുള്ളതായ അഥവാ ദിഗന്ധങ്ങളെ നടുക്കുന്നതായ ആ മഹാ ശബ്ദം വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 12-ലും നമുക്ക് കാണാവുന്നതാണ്. അപ്രകാരം തന്നെ പ്രധാന ദൂതന്റെ ശബ്ദം ആകാശത്തിലെ അധികാരിയായ സാത്താനെ അവന്റെ മേൽ അധികാരം പ്രാപിക്കത്തക്ക വിധത്തിലാണ് ആ പ്രധാന ദൂതന്റെ ശബ്ദം അവിടെ മുഴക്കുന്നത്. അഥവാ ഇപ്പോൾ ആ പൈശാചിക ശക്തികള് ശൂന്യതയില് അത് വിഘടിക്കുകയാണ്. ദാനിയേലിന്റെ പ്രാർത്ഥനയെ
21 ദിവസക്കാലം പാർസി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു വെച്ചപ്പോൾ പ്രധാന ദൂതനായ മീഖായേലിനെ അയക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ പ്രധാന ദൂതന്റെ ശബ്ദം ആകാശ സീമകളിൽ കിടക്കുന്ന പൈശാചിക ശക്തികളെ ശാസിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ നടക്കുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളതായ കാര്യങ്ങൾ. എന്നാൽ നാം ഓർക്കണം, കേവലം 75-80 കിലോ മാത്രം ഭാരമുള്ളതായ മനുഷ്യൻ ഇവിടെ നിന്ന് അഥവാ മധ്യാകാശത്തിലേക്ക് കടന്നു പോകുന്നത് നാം ചിന്തിച്ചാൽ അതിനേക്കാൾ എത്രയോ വലിയ സംഭവങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഭൂമിയിൽ പ്രകൃതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ മനുഷ്യനും സൗരയൂഥവും തമ്മിലുള്ളതായ ബന്ധം ഒന്ന് നാം ചിന്തിച്ചാൽ കേവലം 10-75 കിലോ വെയിറ്റ് ഉള്ളതായ മനുഷ്യൻ സൗരയൂഥത്തിന്റെ മുമ്പിൽ അഥവാ സോളാർ സിസ്റ്റത്തിന്റെ മുമ്പിൽ എന്തുള്ളൂ? സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 14 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് ഏതാണ്ട് 13,84,640 കിലോമീറ്റർ വ്യാസവും അപ്രകാരം 13,860 ലക്ഷം ടൺ ഭാരവും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. മറ്റ് നക്ഷത്രങ്ങളുമായി നോക്കുമ്പോൾ അത് വെറുമൊരു കുള്ളൻ നക്ഷത്രം മാത്രമാണ് സൂര്യൻ. എന്നാൽ നവഗ്രഹങ്ങളുള്ള നമ്മുടെ സൗരയൂഥത്തിന്റെയും 31 ഉപഗ്രഹങ്ങളുടെയും എണ്ണമില്ലാത്ത ചെറുഗ്രഹങ്ങളുടെയും ഉൽക്കകളുടെയും കേന്ദ്രമാണ് ഇത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഉപരിതലത്തിൽ ഏതാണ്ട് 12,000 ഡിഗ്രി സെന്റിഗ്രേഡും കേന്ദ്രത്തിൽ 400 ലക്ഷം ഡിഗ്രി ചൂടും അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിലെ തീനാളങ്ങൾ ഉപരിതലത്തിൽ നിന്ന് 40,000 മുതൽ 8 ലക്ഷം കിലോമീറ്റർ വരെ നീളുന്നതായും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങി 25 ദിവസം കൊണ്ട് ഒരു മുഴുവൻ ആവർത്തി അത് പൂർത്തീകരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു സെക്കൻഡിൽ 19.2 കിലോമീറ്റർ എന്ന കണക്കിന് മണിക്കൂറിൽ 69,120 കിലോമീറ്ററാണ് അതിന്റെ വേഗതയും എന്നും നമുക്ക് കാണാവുന്നതാണ്. അതേ സൂര്യൻ മണവാളനെ പോലെയും ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് വീരനെ പോലെയും ഓടുന്നു എന്നാണല്ലോ സങ്കീർത്തനക്കാരൻ 19-ാം സങ്കീർത്തനത്തില് പാടിയിരിക്കുന്നത്. ഒരു പേടകം ഭൂമിയുടെ ആകർഷണ പരിധി ഭേദിച്ച് പുറത്ത് കടക്കുന്നതിന് കുറഞ്ഞത് ഒരു സെക്കൻഡിൽ 7 മൈൽ എന്ന വേഗതയിൽ അത് മുമ്പോട്ട് കുതിക്കേണ്ടതും ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങൾ ഫോസ്ഫറസ്, ഗന്ധകം, കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, കരി, കൊഴുപ്പ്, വെള്ളം മുതലായവ ആണെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഈ വസ്തുക്കൾക്ക് ഉയർന്ന ഊഷ്മാവിൽ രൂപഭേദം വരുന്നതുമാണ്. ദൈവ സാമീപ്യ ചൂടിൽ 1000 അഗ്നി രഥങ്ങളുടെയും പ്രകാശത്തിന്റെ ശക്തിയാല് വിശുദ്ധന്മാരുടെ ജഡശരീരം അവസ്ഥാഭേദം പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അതെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യ കാകള നാദത്തിങ്കല് പെട്ടെന്ന് കണ്ണി മേയ്ക്കുന്നതിന് ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് അതേ താന് തന്റെ ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നതും അതുകൊണ്ടാണ്. അതേ പ്രിയമുള്ളവരെ, നാം എത്രയും വേഗം രൂപാന്തരം പ്രാപിപ്പാനുള്ളതായ സമയം അടുത്തിരിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? യേശുവരുന്നേ, യേശുവരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം കേൾ,
യേശു വരുന്നേ വരവിനാത്ത വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ യേശു വരുന്നേ പൊന്നേശു വരുന്നേ വരവിനാത്ത വചനം പോൽ നീ ഒരുങ്ങിടുന്നു